എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഏതാണ്ട് ഒരു വർഷത്തോളമായി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയതിന് ശേഷം ഏത് വീഡിയോ ഇട്ടാലും ആ വീഡിയോയ്ക്ക് കിട്ടുന്നത് 50 പൈസ, 1 രൂപ, 2 രൂപ. ഈ ഒരു വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഒരു 5-6 മണിക്കൂറത്തെയെങ്കിലും കഷ്ടപ്പാടുണ്ട്. വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന എല്ലാവർക്കും ഈ കഷ്ടപ്പാടിനെക്കുറിച്ച് അറിയാവുന്നതാണ്. അപ്പോൾ അത്രയും കഷ്ടപ്പാടിന് കിട്ടുന്ന പ്രതിഫലം ഒരു 50 പൈസ, അല്ലെങ്കിൽ 1 രൂപ, അല്ലെങ്കിൽ 2 രൂപ. സത്യത്തിൽ എനിക്ക് ഒരു ഏണിങ്ങിന് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇടാനായിട്ട് ആരംഭിച്ചതും ഞാൻ ഈ ചാനൽ തുടങ്ങിയതും. പക്ഷേ എല്ലാവരും മോണിറ്റൈസ് ആകുമ്പോൾ കുറേ പണം വരും എന്നാണ് എല്ലാവരുടെയും മനസ്സിൽ. പക്ഷേ അങ്ങനെയൊന്നുമല്ല, വളരെ തുച്ഛമായ പൈസയാണ് ഓരോ വീഡിയോയ്ക്കും കിട്ടുന്നത്. അപ്പോൾ എനിക്ക് വല്ലാത്ത ഡിപ്രഷനിലോട്ട് ഞാൻ പോയി. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത്. ഇപ്പോൾ ഞാൻ പൈസയെ പറ്റി ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് വീണ്ടും തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ് ഞാനിന്ന് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. ഇതിൽ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് വെറും റാഗി മാത്രമാണ്. ഇതിൽ ഞാൻ പച്ചരിയോ വേറെ അതൊന്നും ഉഴുന്നോ ഉപയോഗിക്കുന്നില്ല കേട്ടോ. അപ്പോൾ റാഗി നമുക്ക് ഒരു 8 മണിക്കൂർ കുതിർത്തെടുക്കാം. ഒരു 8 പ്രാവശ്യമെങ്കിലും നല്ലതുപോലെ കഴുകി വെള്ളം നല്ലതുപോലെ തെളി വെള്ളമായിട്ട് വന്നതിന് ശേഷം മാത്രമേ കഴുകൽ നിർത്താവൂ. അത്രയ്ക്ക് പൊടിയും അഴുക്കും നിറഞ്ഞതാണ് നമ്മൾ ഈ മാർക്കറ്റിൽ വാങ്ങുന്ന റാഗി മാവ് ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഈ ഫുള്ളായിട്ടുള്ള ഹോളായിട്ടുള്ള റാഗി ഉപയോഗിക്കുന്നത് തന്നെയാണ്. 1 കപ്പ് അവൽ കൂടി ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. മട്ട റൈസിൻ്റെ അവലാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് അവലാണോ ഇത് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. 1 സ്പൂൺ ഉലുവ കൂടി കുതിർക്കാനായിട്ട് ഇടണം കേട്ടോ. മാക്സിമം 8 മണിക്കൂറെങ്കിലും കുതിർത്തതിന് ശേഷം വേണം അരയ്ക്കാനായിട്ട് എടുക്കാൻ. അതുപോലെ 1 മുറി തേങ്ങ, നല്ല പച്ച തേങ്ങയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പഴുത്ത തേങ്ങയായേക്കാളും ബെറ്റർ പച്ച തേങ്ങയാണ് ഇതുപോലുള്ള ദോശ തയ്യാറാക്കാനായിട്ടും നല്ലതും രുചിയും അതുപോലെ ഹെൽത്തിയും നമുക്ക് പച്ച തേങ്ങ തന്നെയാണ്. ഒരല്പം വെള്ളം കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം. നല്ല റണ്ണിങ് വാട്ടറായിട്ട് അരച്ചെടുക്കാൻ പാടില്ല. ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. ഇതുപോലെ ഇരിക്കണം. നല്ല നമ്മൾ കയ്യിലെടുക്കുമ്പോഴേക്കും ചാടി ഇങ്ങനെ വീഴാതെ കുറച്ച് തിക്കായിട്ട് വീഴണം. ആ പരുവത്തിന് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാലിൽ അടങ്ങിയിട്ടുള്ള കാൽഷ്യത്തിനേക്കാളും 10 മടങ്ങ് കാൽഷ്യം റാഗിയിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഒരു 3-4 മിനിറ്റെങ്കിലും കൈ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇളക്കി യോജിപ്പിച്ച് വേണം അടച്ചു വയ്ക്കാനായിട്ട്. ഞാനിത് രാത്രി ഒരു 8-9 മണിയായപ്പോഴാണ് ഞാനിത് അരച്ച് വയ്ക്കുന്നത്. ഇനി നമുക്കിത് ഫെർമെൻ്റ് ആകാനായിട്ട് മാറ്റി വയ്ക്കാം. നല്ല രീതിയിൽ ഇത് ഫെർമെൻ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് പറ്റും. മുകളിൽ നല്ല ഇതുപോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ദോശ ചുടാനായിട്ട് ഉപയോഗിക്കാം. ഇതിൽ നിങ്ങൾക്ക് പുളിപ്പ് കൂടിപ്പോയി ഉണ്ടെങ്കിൽ ആ പുളിപ്പ് നമുക്കൊന്ന് ക്രമീകരിക്കാനായിട്ട് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയോ ശർക്കരയോ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലൊന്നും ചേർക്കുന്നില്ല. ഈ ദോശ കഴിക്കാനായിട്ട് നമുക്ക് ഒരു കറിയുടെയും ആവശ്യമില്ല. എന്നാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പ്രോട്ടീനും നമുക്ക് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് മുട്ടയോ ഇറച്ചിയോ കടലക്കറിയോ കൂട്ടി ഇത് കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. വളരെ സോഫ്റ്റായിട്ടുള്ള ഒരുപാട് കണ്ണുകളോട് കൂടിയ ദോശ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതുവരെയും ഈ ഒരു ദോശ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഉണ്ടാക്കി കഴിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾ ഓരോരുത്തരുടെയും അഭിപ്രായം എനിക്കൊരു മോട്ടിവേഷനായിരിക്കും. അതുകൊണ്ട് കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത് കേട്ടോ. അപ്പോൾ
അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോഴേക്കും നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കുക. ഒട്ടും തെറ്റുകൂടാതെ തന്നെ നിങ്ങൾക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റാഗി ദോശ നിങ്ങൾക്ക് റെഡിയായി കിട്ടും. ഞാൻ ഈ പറഞ്ഞ അളവ് ഉപയോഗിച്ച് നിങ്ങളിത് ഒരു പ്രാവശ്യം തയ്യാറാക്കി നോക്കുക. വീട്ടിൽ നമ്മൾ ഒരു പ്രാവശ്യം ഇത് തയ്യാറാക്കി നോക്കിയാൽ വീണ്ടും നമ്മൾ സെക്കൻഡ് ടൈം നമ്മൾ തയ്യാറാക്കിയിരിക്കും. അതിൽ യാതൊരുവിധ സംശയവും വേണ്ട. നിങ്ങൾക്ക് ഒട്ടും പേടി കൂടാതെ ഒരു പ്രാവശ്യം പോലും തയ്യാറാക്കാത്തവർ പോലും തയ്യാറാക്കിയ നല്ല പെർഫെക്റ്റ് ദോശ തയ്യാറാക്കി കിട്ടും.